നമസ്കാരം. എല്ലാ മാന്യ പ്രേക്ഷകർക്കും നീതിപാതയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. സ്വത്ത് അല്ലെങ്കിൽ പ്രോപ്പർട്ടി നമുക്ക് സുപരിചിതമായ ഒരു പദമാണ്. സ്വത്ത് സമ്പാദിക്കുക, അത് കൈമാറ്റം ചെയ്യുക, അത് വ്യക്തമായി പരിപാലിക്കുക എന്നുള്ളത് വളരെ അത്യാവശ്യമായുള്ളൊരു കാര്യമാണ്. നമ്മുടെ രാജ്യത്ത് സ്വത്ത് സമ്പാദിക്കുന്നതിനും കൈമാറ്റം ചെയ്യുന്നതിനും വ്യക്തമായ നിയമങ്ങൾ നിലവിലുണ്ട്. സ്വത്ത് കൈമാറ്റ നിയമം, അങ്ങനെയുള്ള നിയമങ്ങളെക്കുറിച്ചാണ് നീതിപാതയുടെ ഈ ഒരു എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. അതിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. സ്വത്ത് കൈമാറ്റ നിയമവും അതുമായി ബന്ധപ്പെട്ടുള്ള മറ്റു നിയമങ്ങളെക്കുറിച്ച് സംസാരിക്കുവാനായി അഡ്വക്കേറ്റ് അഭിലാഷ് NGS നമ്മോടൊപ്പം ചേരുന്നു. നമസ്കാരം സർ. നമസ്കാരം. നമുക്കറിയാം, സ്വത്ത് അല്ലെങ്കിൽ ഈ പ്രോപ്പർട്ടി കൈമാറ്റം ചെയ്യുക അല്ലെങ്കിൽ അത് സമ്പാദിക്കുക എന്നുള്ളത് ഏതൊരു പൗരൻ്റെ ഒരു ലക്ഷ്യമാണെന്ന് തന്നെ നമുക്കറിയാം. ഈ സ്വത്ത് കൈമാറ്റം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ഒട്ടനവധി നിയമങ്ങൾ നിലവിലുണ്ട്. ആ നിയമങ്ങളുടെയൊക്കെ ഒരു പ്രസക്തി എന്ന് പറയുന്നത് തന്നെ ഒരു പൗരൻ്റെ സ്വത്തിന് കൃത്യമായി സംരക്ഷണം നൽകുക, അവൻ്റെ സ്വത്ത് കൈമാറ്റ പ്രക്രിയ കുറച്ചുകൂടി നല്ല ഏറ്റവും നന്നായിട്ട് തന്നെ വ്യക്തമായി സുതാര്യമായി നടത്തുക എന്നുള്ളതാണ്. അപ്പോൾ ഈ സ്വത്ത് കൈമാറ്റ നിയമത്തെക്കുറിച്ച് കൂടുതൽ അറിയേണ്ടതുണ്ട്. സാറ് തീർച്ചയായിട്ടും പറഞ്ഞാൽ. സ്വത്ത് കൈമാറ്റ നിയമം നമ്മൾ അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ആക്ട് എന്ന് ഉദ്ദേശിക്കുന്നത്, നമുക്ക് തന്നെ അറിയാം, നമ്മുടെ നാട്ടിൽ പാവപ്പെട്ടവരുമുണ്ട്, ഒത്തിരി പണമുള്ളവരുമുണ്ട്. നമ്മളത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എല്ലാവർക്കും വസ്തുവും വീടും വേണമെന്ന് ആഗ്രഹമുള്ളവരാണ്. അതിപ്പം ഒരു കാശുള്ളവനായാലും ശരി, കാശില്ലാത്ത ഒരു വ്യക്തിയായാലും ശരി. പക്ഷേ നമ്മുടെ നാട്ടിലുള്ള ഈ സ്വത്ത് സംരക്ഷണ നിയമങ്ങൾ അല്ലെങ്കിൽ സ്വത്ത് നമുക്ക് നമ്മുടെ പേരിൽ കൂട്ടിച്ചേർക്കാനും അതുമായിട്ട് ബന്ധപ്പെട്ട് അതിനെ സംരക്ഷിക്കാനും നമുക്ക് ഉടമസ്ഥ അവകാശം ലഭിക്കുന്നതിനൊക്കെ വേണ്ടിയാണ് ഈ നിയമങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അല്ലാത്ത അങ്ങനെ ഒരു കാലഘട്ടം അല്ലായിരുന്നു മുമ്പ് ഇങ്ങനെയുള്ള നിയമങ്ങളൊന്നും തന്നെ ഇല്ല. ആ നിയമങ്ങളില്ലാത്ത ആ ഒരു അവസരത്തിൽ ആ സമയത്തൊക്കെ തന്നെയും കാശുള്ളവനും അധികാരമുള്ളവനും അല്ലെങ്കിൽ തന്നെ കയ്യൂക്കുള്ളവൻ എന്ന് വേണമെങ്കിൽ പറയാം, അവരുടെ കൈകളിൽ മാത്രമായിട്ട് ഈ വസ്തുവകകൾ ഒതുങ്ങി നിൽക്കുകയുണ്ടായി. പാവപ്പെട്ട വ്യക്തികൾ എന്നും പാവപ്പെട്ട രീതിയിലേക്ക് തള്ളപ്പെട്ടുകൊണ്ടിരുന്നു. അങ്ങനെ വന്നപ്പം നമ്മുടെ ഭരണകൂടം തന്നെ വിചാരിച്ചു എല്ലാവർക്കും സ്വത്തും വീടും ഒക്കെ ആവശ്യമാണ്. അപ്പം പാവപ്പെട്ടവനായാലും ശരി, പണമില്ലാത്തവനായാലും ശരി, അവൻ്റെ തല ചായ്ക്കാൻ ഒരിടം വേണം. നമ്മളെ ഭരിക്കുന്ന ആൾക്കാർ തന്നെ അതിനൊരു ഇത് മനസ്സിലാക്കിക്കൊണ്ട് ഒരു നിയമങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിച്ചു. അപ്പോൾ എല്ലാവർക്കും ആരുടെയും വസ്തു തട്ടിപ്പറിക്കുന്നില്ല. എല്ലാവർക്കും അവരവരുടെ പേരിൽ കൃത്യമായ ഡോക്യുമെൻറ്റുകളും അത് രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഡോക്യുമെൻറ്റ് ഗവൺമെൻറ് ചുമതലപ്പെടുത്തിയ അധികാരികൾ നൽകിയ ഡോക്യുമെൻ്റ് അടിസ്ഥാനത്തിൽ അത് നമ്മുടെ കയ്യിൽ തന്നെ എപ്പോഴും നിക്ഷിപ്തമായിരിക്കും. അങ്ങനെയൊക്കെയുള്ള ഒരു സംരക്ഷണമാണ് ഈ പറയുന്ന പ്രോപ്പർട്ടി നിയമങ്ങൾ കൊണ്ട് നമുക്ക് ലഭിച്ച ഏറ്റവും വലിയ ഒരു ഭാഗ്യം എന്ന് പറയാം. അത് എല്ലാ മനുഷ്യൻ്റെയും ഒരു ആവശ്യകത തന്നെയാണ്. ഇനി നമുക്ക് നിയമത്തിലോട്ട് കിടക്കാം. അതായത് സ്വത്ത് ഒരാളുടെ അല്ലെങ്കിൽ അർഹിക്കുന്നവർക്ക് സ്വത്ത് അർഹിക്കുന്നവർക്കല്ല, മുമ്പ് അർഹതയെന്ന് പറഞ്ഞ് കണക്കാക്കുമ്പോൾ അതൊരു മാനദണ്ഡമായി പോകും. എല്ലാവർക്കും അർഹതയുണ്ട് എന്നാണ് ഈ നിയമത്തിൻ്റെ പ്രസക്തി. മറ്റൊരു നമുക്ക് വേറെ ഒരു രീതി, അത് സ്വത്ത് സമ്പാദിക്കാൻ ഒരു സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത് ഒരു പ്രസക്തി കൂടി ഈ നിയമത്തിന്. ഈ ഒരു പ്രസ്ഥാനം, ഭരണകൂടം സംവിധാനങ്ങളെല്ലാം വെച്ച് ഈ ഒരു പ്രസ്ഥാനം തന്നെ നമുക്ക് കൈവന്നത് ഇതേപോലുള്ള നിയമങ്ങൾ കൊണ്ടാണ്. സാർ നേരത്തെ പറഞ്ഞ പോലെ കയ്യൂക്കുള്ളവൻ അല്ലെങ്കിൽ ഒരുപാട് ശക്തിയുള്ളവരിൽ മാത്രം ഈ സ്വത്തുക്കൾ വരിക അല്ലെങ്കിൽ കേന്ദ്രീകരിക്കുന്ന ഒരു അവസ്ഥ ഒഴിവാക്കി എല്ലാവർക്കും അത് സ്വത്ത് സമ്പാദനത്തിനുള്ള ഒരു അവസരം കൃത്യമായി ഉണ്ടാക്കുക അല്ലെങ്കിൽ തൻ്റെ സ്വത്തുക്കൾ കൃത്യമായി തന്നെ കൈമാറ്റം ചെയ്യുക എന്നൊരു ലക്ഷ്യമാണ് ഈ നിയമനിർമ്മാണത്തിന് പുറകിൽ. ഒരാൾക്ക് ഇത്ര വസ്തു അല്ലെങ്കിൽ ഇത്ര വസ്തു കൈവശം വയ്ക്കാനുള്ള അധികാരം, അതിന് ഒരു ലിമിറ്റുണ്ട്. അങ്ങനെ വരുമ്പോൾ നമുക്ക് എല്ലാവർക്കും നമുക്കൊരു സ്വത്ത് ഉണ്ടാവും, ഒരു പ്രോപ്പർട്ടി ഉണ്ടാവും, വീട് വയ്ക്കാനും പറ്റും. അതൊക്കെയാണ് ഈ നിയമങ്ങൾ കൊണ്ട് ഉദ്ദേശിച്ചത്. പ്രധാനമായും നമ്മൾ ഈ നിയമത്തിലോട്ട് നിയമത്തിൻ്റെ ഒരു നട്ട്ഷെല്ലാണ് ഞാൻ ഈ പറഞ്ഞത്. എന്ത് പർപ്പസിനാണ് ഈ നിയമം
ലോ മേക്കിംഗ് ബോഡി ഉണ്ടാക്കിയതെന്ന് എന്നുള്ളതിൻ്റെ ഒരു പ്രസക്തി ഈ ഒരു നമ്മളിപ്പോൾ പറഞ്ഞ ഒരു സംഭവമാണ്. ഈ ഒരു വാക്യമാണ് ഏറ്റവും അതിൻ്റെ ഒരു ഘടകം എന്ന് പറയുന്നത്, ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ്. ഇനി നമുക്ക് നിയമത്തിലോട്ട് കുറച്ച് കാര്യമായിട്ട് സംസാരിക്കാം. ഈ ട്രാൻസ്ഫർ പ്രോപ്പർട്ടി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു വ്യക്തിയുടെ കയ്യിൽ നിന്നും മറ്റൊരു വ്യക്തിക്ക് വസ്തുവകൾ സ്വത്ത് മറ്റൊരു വ്യക്തിയിലേക്ക് പോവുക. അതാണ് ഈ ട്രാൻസ്ഫർ പ്രോപ്പർട്ടി, അതായത് സ്വത്ത് കൈമാറ്റ നിയമം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിനകത്ത് പല തരത്തിലാവാം ഒരു വ്യക്തിയുടെ കയ്യിൽ നിന്ന് സ്വത്ത് മറ്റൊരു വ്യക്തിയുടെ കയ്യിലോട്ട് പോകാം. പ്രോപ്പർട്ടി വസ്തുവകകൾ പോകാൻ പല രീതിയുണ്ട്. അത് പ്രധാനമായിട്ടും നമ്മൾ പറയുന്നത് ഒന്ന് വിൽപ്പനയിലൂടെ സെയിൽ വഴി പോവാം. അതുപോലെ തന്നെ കൈമാറ്റം, അങ്ങോട്ടും പരസ്പര കൈമാറ്റം. ഒരു വ്യക്തി അങ്ങോട്ട് കുറച്ച് വസ്തു കൊടുക്കുന്നു, മറ്റൊരു വ്യക്തി അദ്ദേഹത്തിൻ്റെ കുറച്ച് വസ്തു ഇങ്ങോട്ട് കൊടുക്കുന്നു. എക്സ്ചേഞ്ച്, പരസ്പര കൈമാറ്റം, അത് മറ്റൊരു തരത്തിൽ. അതുപോലെ തന്നെ മോർട്ട്ഗേജ് ഈടായിട്ട് കൊടുക്കാം. ബാങ്കിലും മറ്റും നമ്മൾ ഈട് വയ്ക്കുന്നു ഒറ്റയായിട്ടൊക്കെ. ഒരു വ്യക്തിക്ക് 5 കൊല്ലത്തേക്ക് നമ്മുടെ വീടും സ്ഥലവും ഒറ്റയ്ക്ക് കൊടുക്കുന്നു. അതും ഒരു കൈമാറ്റം തന്നെയാണ്. അതുപോലെ തന്നെയാണ് ക്ലെയിം എന്ന് പറയുന്നത്. നമുക്കറിയാം, ഇപ്പം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അവരുടെ മാതാപിതാക്കൾ മരിച്ചു പോകുമ്പോൾ ചില അവസരങ്ങളിൽ അവർക്ക് ഇൻറ്റർസ്റ്റേറ്റായിട്ട്, അതായത് സ്വത്ത് ആർക്കൊക്കെയാണ് ബാധിക്കേണ്ടതെന്നുള്ള രീതിയിൽ മാതാപിതാക്കൾ എഴുതി വയ്ക്കാതെ പോവുകയാണെങ്കിൽ കോടതി മുഖേന അവർക്ക് അവരുടെ അവകാശപ്പെട്ട സ്വത്ത് നേടിയെടുക്കാവുന്നതാണ്. അതാണ് ക്ലെയിം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ പാട്ടത്തിന് കൊടുക്കുക. ഇത്ര കൊല്ലത്തേക്ക് വസ്തു കൃഷി ചെയ്ത് അതിൻ്റെ ബലമെടുക്കുക, അതിൽ നിന്നും കിട്ടുന്ന ബലത്തിൻ്റെ ഒരു അംശം ഈ വസ്തുവിൻ്റെ ഉടമയ്ക്ക് നൽകുക. അപ്പോൾ ഇങ്ങനെ ഈ തരത്തിലൊക്കെയാണ് ഒരു വസ്തു കൈമാറ്റം ചെയ്യേണ്ട പ്രധാനപ്പെട്ട രീതികൾ, എടുത്തു പറയാവുന്ന രീതികൾ. അതുപോലെ തന്നെയാണ് ഒരു വസ്തു നമ്മൾ വാങ്ങാൻ പോവുകയാണെന്ന് ഉദ്ദേശിക്കുക. അപ്പോൾ അതിനകത്ത് നമ്മൾ എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്നും. അത് തീർച്ചയായും, കാരണം ഇപ്പോൾ പല രീതിയിലുള്ള കച്ചവടങ്ങൾ, വസ്തു കച്ചവടം എന്ന് തന്നെ പറയാം. അതൊരു റിയൽ എസ്റ്റേറ്റ് എന്ന് പറയുന്ന ഒരു ഏരിയ തന്നെ നമ്മുടെ സൊസൈറ്റിയിലുണ്ട്. തീർച്ചയായും കൃത്യമായി വസ്തുക്കൾ വാങ്ങുകയും വിൽക്കാനും സഹായിക്കുന്ന ഇപ്പോൾ ബ്രോക്കേഴ്സ് പോലുള്ള അല്ലെങ്കിൽ അതുപോലുള്ള സ്ഥാപനങ്ങൾ തന്നെ, രജിസ്റ്റേർഡ് ആയിട്ടുള്ള സ്ഥാപനങ്ങൾ തന്നെ ഈ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് നമ്മുടെ സൊസൈറ്റിയിൽ ഇപ്പോൾ നിലവിലുണ്ട്. ഇത് തന്നെ ഒരു വസ്തു എന്ന് പറഞ്ഞിട്ട് ഒരു ബിസിനസ് തന്നെ ആയി. റിയൽ എസ്റ്റേറ്റ് ബിസിനസ്. അതായത് കാര്യം അന്യ സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ അല്ലെങ്കിൽ നമ്മൾ ഒരു നാട്ടിലേക്ക് പോവുകയും അവിടെ ജോലി സംബന്ധമായി സെറ്റിൽ ആവുകയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് വസ്തു വാങ്ങേണ്ട ഒരു ആവശ്യം വരുന്നു. തീർച്ചയായിട്ടും ഇനി നമ്മുടെ സ്വന്തം സ്ഥലത്ത് തന്നെ നമ്മൾ താമസിക്കുകയാണെങ്കിൽ പോലും കുറച്ചങ്ങോട്ട് മാറി ഒരു വസ്തു വാങ്ങേണ്ടതായിട്ട് വരുമ്പോഴത്തേക്ക് ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്, നിയമപരമായി ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതെ, കാരണം ഒരു വസ്തുവിൻ്റെ ആവിർഭാവം മുതലുള്ള കാര്യങ്ങൾ കണക്കിലെടുത്ത് വേണം നമ്മളൊരു വസ്തു വാങ്ങാനോ ഒക്കെ ഇറങ്ങേണ്ടതും. അതുപോലെ വിൽക്കുന്ന സമയത്തും ഒരുപാട് കാര്യങ്ങൾ നമ്മളത് ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പോൾ പ്രധാനമായും ഏതൊക്കെ കാര്യങ്ങളാണ് നമ്മളൊരു വസ്തുവുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ടത്? വസ്തു വാങ്ങാൻ പോകുമ്പോൾ പ്രധാനമായിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് വാങ്ങുന്ന ആളിനും ഒത്തിരി കടമകളുണ്ട്, ശ്രദ്ധിക്കേണ്ടതായുണ്ട്. വിൽക്കുന്നയാളും തൻ്റെ കടമകൾ ചെയ്യണം. ഓക്കെ, അദ്ദേഹത്തിൻ്റെ ഡ്യൂട്ടി ഓഫ് സെല്ലർ എന്ന് വേണമെങ്കിൽ പറയാം. ഡ്യൂട്ടി ഓഫ് സെല്ലർ, ഇത് 2 രീതിയിൽ പറയാം. അതൊരു നിയമത്തിൻ്റെ ഉള്ളിലൂടെ നമ്മൾ സംസാരിക്കുമ്പോഴാണ്. പക്ഷേ പ്രധാനമായും നമ്മൾ ഒരു വസ്തു നമ്മൾ വാങ്ങാൻ പോകുമ്പോൾ അത് തന്നെ നമ്മൾ വസ്തു പോയി കണ്ട് ഒരു വ്യക്തിക്ക് ആ വസ്തു ഇഷ്ടപ്പെടുന്നു. അപ്പോൾ ആ ഒരു വ്യക്തി വസ്തു വാങ്ങാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട കാര്യം എന്തെന്ന് വെച്ചാൽ, ആ പറയുന്ന വസ്തുവിന് ആ വസ്തുവിൻ്റെ ഓണർക്ക് ഈ വസ്തുവിൽ കൈവശ അവകാശമുണ്ടോ എന്നുള്ളതാണ്. ഓക്കെ, അദ്ദേഹത്തിൻ്റെ കൈവശത്തിലാണോ എന്ന് അത് വില്ലേജ് മുഖേന നമുക്ക് അറിയാവുന്നതാണ്. കൈവശത്തിലുണ്ടോ, അദ്ദേഹത്തിൻ്റെ പേരിൽ തണ്ടപ്പേര് കൂട്ടിച്ചേർത്തിട്ടുണ്ടോ, അത് മ്യൂട്ടേറ്റ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളതാണ് പ്രധാനമായിട്ട്. അതായത് നമ്മൾ മലയാളത്തിൽ പറയുകയാണെങ്കിൽ പോക്കുവരവ് ചെയ്തിട്ടുണ്ടോ, ഓണറെന്ന് പറയുന്ന ഉടമസ്ഥനെന്ന് അവകാശപ്പെടുന്ന വ്യക്തിയുടെ പേരിൽ ഈ പറയുന്ന വസ്തു മ്യൂട്ടേറ്റ് ചെയ്തിട്ടുണ്ടോ, പോക്കുവരവ് ചെയ്തിട്ടുണ്ടോ എന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ അതിൻ്റെ കൂടെ പോക്കുവരവ് കൈവശമുണ്ടോ, പൊസഷൻ, അതുപോലെ അക്കൗണ്ടിൽ തണ്ടപ്പേര് ഇതിൽ നമ്പർ അദ്ദേഹത്തിൻ്റെ പേരിലുണ്ടോ, അത് ശ്രദ്ധിക്കണം. അടുത്തതായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ ലൊക്കേഷൻ സ്കെച്ച് എടുത്തിട്ട് ഈ പ്രോപ്പർട്ടിക്ക് ബൗണ്ടറി എങ്ങനെയാണെന്നുള്ളതാണ്. 4 അതിരുകളുണ്ടോ, അതായത് ഈ പ്രോപ്പർട്ടി എങ്ങനെ കിടക്കുന്നോ 4 സൈഡിലും അതിര് നിർണ്ണയിച്ചിട്ടുണ്ടോ,
മതിലുണ്ടെങ്കിൽ കുറച്ചുകൂടി വ്യക്തമാക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ കിഴക്ക് സൈഡ് ആണെന്നുണ്ടെങ്കിൽ അത് ഒരു വീടാണോ അല്ലെങ്കിൽ പുറമ്പോക്ക് വസ്തുവാണോ അല്ലെങ്കിൽ അവിടെ എന്താണ് വഴിയാണോ എന്നുള്ളത് കൃത്യമായി അങ്ങനെ ഓരോ ദിക്കിലും ഓരോ അതിലും കൃത്യമായി നമ്മൾ 4 അതിരിലും എന്തൊക്കെയാണെന്നുള്ളത് വ്യക്തമാക്കുക. അതിൻ്റെ ഒരു പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ അതിർത്തി തർക്കങ്ങൾ ഒന്നും ഇല്ല എന്ന് നമ്മളത് തീർച്ചയായിട്ടും നമ്മൾ ബോധ്യപ്പെടണം. മറ്റൊന്ന് അതുപോലെ തന്നെ ഇതിനകത്ത് സഞ്ചാരയോഗ്യമായ വഴി, ഇപ്പോൾ കാർ പോണായാലും ശരി, പോകുന്ന പാത്വേ നടപ്പാത ആയാലും ശരി, നല്ലൊരു വ്യക്തമായ വഴി ഇതിനുണ്ടോ, വസ്തുവിലേക്ക് ഉള്ള പ്രവേശിക്കാൻ വേണ്ടിയുള്ള വഴിയുണ്ടോ, കൃത്യമായി രേഖപ്പെടുത്തിയിരിക്കുക എന്നുള്ളത്. അതെ, ഫിസിക്കലായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അതുപോലെ തന്നെയാണ് അതിന് വസ്തുവിന് എന്തെങ്കിലും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ടോ. അതിനകത്ത് ഇപ്പം നമ്മൾ നോക്കുമ്പോൾ തന്നെ സ്റ്റാൻഡിങ് ടിമ്പർ എന്ന് വെച്ചാൽ അവിടുത്തെ ഫിക്സേഴ്സ്, മരം വരെ അതിനകത്ത്, മരങ്ങൾ വരെ അതിനകത്ത് പെടും. നമ്മൾ പ്രമാണങ്ങളൊക്കെ എഴുതി പിടിപ്പിക്കുമ്പോഴും അതുപോലെ തന്നെയാണ്. സ്ഥാവര ജംഗമ വസ്തുക്കൾ, വീടുണ്ടോ, പിന്നെ പല വൃക്ഷാദികളുണ്ടോ, എല്ലാം ഒത്തുകൂടുന്നതിനെ പറയുന്നതാണ് ഒരു സ്ഥാവര ജംഗമ വസ്തു അല്ലെങ്കിൽ പ്രോപ്പർട്ടി അല്ലെങ്കിൽ സ്വത്ത് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പം ഇത്രയും കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക. അതിൻ്റെ കാര്യം നിർണ്ണയിച്ചിരിക്കുന്നത് വ്യക്തമാക്കുക, വഴി ഉണ്ടോ എന്നുള്ളത് വ്യക്തമാക്കുക. ഈ ഉടമസ്ഥനെന്ന് അവകാശപ്പെടുന്ന ആളുടെ പേരിൽ പോക്കൊരു ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കണം. അത് വ്യക്തമായി നോക്കിയിരിക്കണം. എങ്കിൽ മാത്രമേ കൈവശം ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ അദ്ദേഹം കറക്റ്റായിട്ട് ടാക്സ് അടയ്ക്കുന്നുണ്ടോ, ടാക്സ് അടയ്ക്കാതെ വരികയാണെങ്കിൽ റവന്യൂ റിക്കവറി വരും. ഒരുപാട് കാലത്തെ RR പ്രൊസീഡിങ്സിൽ വന്നിട്ട് ഈ വസ്തു ഗവൺമെൻറ് അറ്റാച്ച് ചെയ്തിട്ടുണ്ടോ, അതൊക്കെ വില്ലേജ് ഓഫീസ് മുഖേന അറിയാൻ പറ്റത്തുള്ളൂ. ഇതൊന്നും നമുക്ക് രേഖകൾ അനുസരിച്ച് തന്നെ നമ്മൾ വില്ലേജ് ഓഫീസിൽ പോയി അത് പരിശോധിക്കുന്നത് നമ്മുടെ തന്നെ ഒരു ഉത്തരവാദിത്വമാണ്. അതെ, അതുപോലെ തന്നെ ഈ പറയുന്ന അടുത്തപടിയായി ഫിസിക്കൽ ആയിട്ടുള്ള ഇതിൻ്റെ വസ്തുവിൻ്റെ കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അടുത്തത് ഈ വസ്തുവിൻ്റെ ഡോക്യുമെൻ്റ് പരമായിട്ടുള്ള കാര്യമാണ്. അത് ഈ പറയുന്ന വാങ്ങുന്ന ആൾ വിൽക്കുന്ന ആളിൻ്റെ അടുത്ത് ആവശ്യപ്പെടണം എല്ലാ ഡോക്യുമെൻറ്റും തരുന്നു എന്നുള്ളത്. എല്ലാ ഡോക്യുമെൻറ്റും തന്ന് പ്രമാണം ആരുടെ പേരിലാണെന്ന് വ്യക്തമാക്കുക. അതുപോലെ ഈ ഉടമസ്ഥൻ അവകാശപ്പെടുന്ന ആളുടെ പേരിലാണോ വസ്തുവിൻ്റെ പ്രമാണം എഴുതിയിരിക്കുന്നത്, അദ്ദേഹത്തിൻ്റെ ഓണർഷിപ്പ് ഉണ്ടോ എന്ന് നോക്കുക, ഉടമസ്ഥാവകാശം ഉണ്ടോ എന്നുള്ളത് നോക്കുക. അതുപോലെ തന്നെ ഈ വസ്തു മറ്റാർക്കെങ്കിലും ഈ വസ്തുവിൽ ജോയിൻ്റ് പ്രോപ്പർട്ടിയാണോ, അവകാശമുണ്ടോ എന്നുള്ളത് നോക്കുക. പ്രത്യേകിച്ച് ഒരു മൈനറിന് അവകാശമുണ്ടോ എന്ന് നോക്കുക. പ്രായപൂർത്തിയാവാത്ത മൈനറായിട്ടുള്ള സന്താനങ്ങളോ കുട്ടികൾക്ക് അവകാശമുണ്ടെങ്കിൽ ആ വസ്തു യാതൊരു കാരണവശാലും വാങ്ങാൻ പാടുള്ളതല്ല. അത് നമ്മുടെ കയ്യിൽ നിന്ന് എന്ന് വേണോ നഷ്ടപ്പെട്ടു പോകാം. അതുപോലെ തന്നെ ഈ വസ്തു കാരണം നമ്മളതൊരു ശ്രദ്ധ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ഈ മേജറാവുന്ന സമയത്ത് അയാൾക്ക് അവകാശം അതിനകത്തേക്ക് ഉന്നയിക്കാനുള്ള എല്ലാ നിയമസാധ്യതകളും നമ്മുടെ നിയമം അനുവദിക്കുന്നുണ്ട്. അപ്പോൾ അത് ഭാവിയിൽ നമ്മൾ ചിലപ്പോൾ വർഷങ്ങൾ കഴിഞ്ഞായിരിക്കും അല്ലെങ്കിൽ നമ്മൾ കിട്ടുന്നത്. അദ്ദേഹത്തിന് പ്രായപൂർത്തിയാവുന്ന ആ വേളയിൽ അദ്ദേഹത്തിന് അവകാശപ്പെടും. അത് നമുക്ക് അനാവശ്യമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. ഇത് ശ്രദ്ധിക്കാതിരുന്നാൽ വളരെയധികം ബുദ്ധിമുട്ട് ഉണ്ടാവാൻ സാധ്യതയുള്ളതാണ്. അതുപോലെ തന്നെയാണ് ഇതിനകത്ത് ഈ മാനസികമായിട്ട് വൈകല്യമുള്ള ആൾക്കാർ, മെൻ്റലി ചലഞ്ചഡായിട്ടുള്ളവർ, അൺസൗണ്ടായിട്ട് മാനസികമായിട്ട് അസുഖമുള്ളവർ, അവർക്ക് ആർക്കെങ്കിലും ഈ വസ്തുവിൽ അവകാശമുണ്ടാവും എന്നുള്ളത് നോക്കുക. ഇതൊക്കെ വ്യക്തമാക്കിയതിന് ശേഷം മാത്രമേ നമ്മൾ വസ്തു വാങ്ങാൻ പാടുള്ളൂ. കൂടാതെ ഈ വസ്തു ഏതെങ്കിലും ബാങ്കുകളിൽ ലോണ് വെച്ചിട്ടുണ്ടോ, ഒറ്റി കൊടുത്തിട്ടുണ്ടോ, അവിടെ ആർക്കെങ്കിലും വാടകയ്ക്ക് കൊടുത്തിട്ടുണ്ടോ. അപ്പം നമ്മൾ വാങ്ങാൻ പോകുന്ന നമ്മൾ വസ്തു കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ആ വേളയിൽ തന്നെ ഉടമസ്ഥനെന്ന് പറയുന്ന ആളുടെ അടുത്ത് നമുക്ക് പറയേണ്ടതാണ്. നമ്മൾ വാങ്ങുന്ന വേളയിൽ ഈ പറയുന്ന വാടകക്കാരെ ഒഴിപ്പിച്ച് തരേണ്ടതുണ്ട്. അതുപോലെ ഒറ്റിയാണെങ്കിൽ ഒറ്റി എല്ലാം നീക്കിപ്പോക്ക് ചെയ്ത് നമുക്ക് ഒഴിഞ്ഞ് തരേണ്ടതാണ്. ബാങ്കിൽ ലോൺ ഉണ്ടെങ്കിൽ നമ്മൾ വാങ്ങണമെങ്കിൽ ബാങ്കിലെ ലോൺ അടച്ച് തീർത്ത് നമുക്ക് ഒറിജിനൽ പ്രമാണം, നമുക്ക് ബാങ്കിൻ്റെ ക്ലോഷർ സർട്ടിഫിക്കറ്റും വേണം, നമുക്ക് ഒറിജിനൽ പ്രമാണവും വേണം. അതുപോലെ മറ്റൊന്ന് നോക്കേണ്ടത് ഈ വസ്തു സംബന്ധമായിട്ട് ഏതെങ്കിലും കോടതികളിൽ വ്യവഹാരങ്ങൾ നിലനിൽക്കുന്നുണ്ടോ എന്നുള്ളത് നോക്കേണ്ടതാണ്. അത് ഈ കോടതി കണ്ടുകിട്ടിയ അറ്റാച്ച് ചെയ്ത ഭൂമിയാണോ എന്നുള്ളത് നോക്കണം. അത് അതെ, ഏത് സബ് രജിസ്റ്റർ ഓഫീസിൻ്റെ കീഴിലാണോ ആ പ്രസ്തുത വസ്തു വരുന്നത്, അതനുസരിച്ച് അവിടെ നിന്നും ബാധ്യത സർട്ടിഫിക്കറ്റ് നമുക്ക് കുറഞ്ഞത് ഒരു
20-30 കൊല്ലം 20 കൊല്ലത്തെ ഒരു ബാധ്യത സർട്ടിഫിക്കറ്റ് എടുക്കേണ്ടതുണ്ട്. എടുത്തിട്ട് മറ്റാർക്കെങ്കിലും ബാധ്യത ഉണ്ടോ എന്നുള്ളത് ഉണ്ടോ അല്ലെങ്കിൽ ബാധ്യത ഇല്ല എന്നുള്ളത് വ്യക്തമാക്കേണ്ടതാണ്. ബാധ്യത ഉണ്ടെങ്കിൽ നമ്മൾ ആ വസ്തു വാങ്ങാൻ വസ്തു വാങ്ങാനുള്ള തീരുമാനത്തിൽ നിന്ന് പിന്മാറുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ അല്ലാത്ത പക്ഷം ബാധ്യത ഒഴിഞ്ഞ് നമുക്ക് എല്ലാവിധ ഡോക്യുമെന്റ്സും ഈ പറയുന്ന എല്ലാവിധ ഡോക്യുമെന്റ്സും കൃത്യമായി നമ്മൾ ആവശ്യപ്പെടുകയും അത് കൃത്യമായി നമ്മൾ പരിശോധിക്കുകയും പേഴ്സണലി തന്നെ അത് പരിശോധിക്കുകയും ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഒരു നിയമവിദഗ്ധൻ്റെ സഹായം വേണമെങ്കിൽ തേടാം. അതെ. എന്നിട്ട് അതിൻ്റെ വാല്യൂ കാര്യങ്ങളെല്ലാം നോക്കി വ്യക്തമാക്കിയിട്ട് വേണം വസ്തു നമ്മുടെ പേരിലേക്ക് എഴുതാൻ. അതുപോലെ തന്നെ ഗവൺമെൻറ് രേഖപ്പെടുത്തിയിട്ടുള്ള ഫെയർ വാല്യൂ നമ്മൾ തീർച്ചയായും അതിൽ കുറഞ്ഞും നമ്മൾ വാങ്ങാനും പാടില്ല. ആ വസ്തു വില കുറച്ച് വാങ്ങാനും പാടില്ല. എങ്കിൽ അതും പ്രമാണത്തിൽ നമ്മൾ കാണിക്കേണ്ടതെന്ന് പറയുന്നത് ഗവൺമെൻറ് ഡിസൈഡ് ചെയ്തിരിക്കുന്നത് ഓരോ സ്ഥലത്തും ഫെയർ വാല്യൂ വെച്ചിട്ടുണ്ട്. അതിൽ താഴെ വില താഴ്ത്തി വാങ്ങാൻ കഴിയുന്നതല്ല. അത് മനസ്സിലാക്കി ഇത്രയും കാര്യങ്ങൾ ഒരു നിയമവിദഗ്ധൻ്റെ സഹായം ഇതിനെ തേടേണ്ട ആവശ്യമാണ് ഉണ്ടെങ്കിൽ അത് നന്നായിട്ടുള്ള കാര്യം. നമുക്ക് കുറച്ചുകൂടെ വ്യക്തത ഉണ്ടാവും. നമുക്ക് ഇതിനെക്കുറിച്ച് നല്ല ബോധ്യമുണ്ട്, കൃത്യമായ അറിവുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ കൃത്യമായി തന്നെ ഈ കാര്യങ്ങൾ ഓരോ ഇൻഡിവിജ്വലി തന്നെ നമ്മൾ അറിയുക, മനസ്സിലാക്കുക. അതല്ല ഇതിനെക്കുറിച്ചൊരു ധാരണ കുറവുണ്ടെന്നുണ്ടെങ്കിൽ മറ്റുള്ളവരുടെ വാക്കുകൾ കേട്ട് പോകാതെ ഒരു നിയമവിദഗ്ധൻ്റെ സഹായത്തോടു കൂടി തന്നെ അത് പ്രമാണം ചെയ്ത് വസ്തു സ്വന്തമാക്കേണ്ടതാണ് തീർച്ചയായിട്ടും. അതുപോലെ തന്നെയാണ് നമ്മൾ ഈ പറയുന്ന വസ്തു ആരെന്നാണോ വാങ്ങുന്നത് അദ്ദേഹത്തിന് ആ ഉടമസ്ഥനെന്ന് ആവശ്യപ്പെടുന്ന വ്യക്തി മേജറാണോ എന്ന് നോക്കുക, അയാൾ പ്രായപൂർത്തി ആയിട്ടുള്ള ആളാണോ നോക്കുക. അതുപോലെ തന്നെയാണ് വസ്തു എഴുതി തരാനുള്ള മാനസികമായിട്ടുള്ള ഒരു ബോധം, അതായത് അൺസൗണ്ടോ മാനസിക വൈകല്യമുള്ള ഒരാളാണോ എന്നുള്ളത് നമ്മൾ വ്യക്തമാക്കി മനസ്സിലാക്കിയിരിക്കണം. അതുപോലെ അദ്ദേഹമായിട്ടൊരു എഗ്രിമെൻറ്റിൽ ഏർപ്പെടേണ്ടതുണ്ട്. ഒരു സെയിൽ എഗ്രിമെൻറ്റ് വിൽപ്പന എഗ്രിമെന്റിൽ ഏർപ്പെടാനുള്ള ഒരു കപ്പാസിറ്റി അദ്ദേഹത്തിനുണ്ടോ എന്നുള്ളത് കോൺട്രാക്റ്റിൽ അദ്ദേഹത്തിന് എൻ്റർ ചെയ്യാൻ ഉള്ള കപ്പാസിറ്റി ഉണ്ടോ എന്ന് നോക്കണം. സൗണ്ട് മൈൻഡ് ആയിരിക്കണം, അദ്ദേഹം മേജറായിരിക്കണം. അതുപോലെ തന്നെ അദ്ദേഹത്തിന് എഴുത്തും വായനയൊക്കെ അറിയുന്ന ഒരാളാണെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞാൽ ബോധ്യപ്പെടുന്നുണ്ടോ എന്നുള്ളത് ആ വ്യക്തി മനസ്സിലാക്കിയിരിക്കേണ്ടതാണ്. ഇത്രയും കാര്യങ്ങളാണ് ഒരു വസ്തു വാങ്ങാൻ പോകുന്ന വ്യക്തി മനസ്സിലാക്കിയിരിക്കേണ്ട നിയമപരമായിട്ടുള്ള വസ്തുതകൾ അല്ലെങ്കിൽ കാര്യങ്ങൾ. ഇതുപോലെ തന്നെയാണ് ഒരു വസ്തു വിൽക്കാൻ പോകുന്ന അദ്ദേഹത്തിൻ്റെ കുറേ കടമകളുണ്ട്. വസ്തു വാങ്ങാൻ വരുന്ന ആളിൻ്റെ അടുത്ത് നമ്മളങ്ങോട്ട് ആവശ്യപ്പെടുന്നു, ഞാൻ എൻ്റെ വസ്തുവിൻ്റെ ഉടമസ്ഥനാണ് എന്നുള്ളത് അദ്ദേഹത്തിന് ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. അതിന് പ്രധാനമായും കാണിക്കേണ്ടത് ഈ വസ്തു അദ്ദേഹത്തിൻ്റെ പേരിലാണ് കാണിക്കുന്ന രജിസ്റ്റേർഡ് ആയിട്ടുള്ള രേഖ. അത് കാണിക്കുക. എല്ലാ ഡോക്യുമെൻറ്റും എന്തൊക്കെ ഈ വസ്തുവിനെ സംബന്ധിച്ച് ഡോക്യുമെൻ്റ് ഉണ്ടോ അതെല്ലാം തന്നെ വാങ്ങാൻ വരുന്ന ആളിനെ അതിൻ്റെ ഫോട്ടോസ്റ്റാറ്റ് കോപ്പിയോ ഒക്കെ കൊടുത്ത് ഏൽപ്പിക്കേണ്ടതാണ്. അതുപോലെ തന്നെയാണ് ആ വസ്തുവിന് എന്തെങ്കിലും ഡാമേജോ വൈകല്യമോ എന്തെങ്കിലും കുഴപ്പങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വാങ്ങാൻ വരുന്ന ആളുടെ അടുത്ത് പറയേണ്ടതുണ്ട്. അതുപോലെ തന്നെ വിൽപ്പനയ്ക്ക് ശേഷം അതിൻ്റെ മുൻ ആധാരങ്ങളും അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ സംവിധാനങ്ങളും എല്ലാ രേഖകളും വസ്തു വാങ്ങിയ വ്യക്തിയെ ഏൽപ്പിക്കേണ്ടതാണ്. അത് ഒരു പ്രധാനപ്പെട്ട ഒരു കടമയാണ് ഈ സെല്ലർക്കുള്ളത്, അതായത് ഈ വസ്തു വിൽക്കുന്ന ആളിനുള്ളത്. അതുപോലെ തന്നെ ഈ വസ്തു സംബന്ധമായിട്ട് എന്തെങ്കിലും അതിർത്തി തർക്കങ്ങളോ അല്ലെങ്കിൽ ഈ വസ്തുവിൽ എന്തെങ്കിലും കുടികുടപ്പോ അതുപോലെ തന്നെ ഈ വസ്തു സംബന്ധമായിട്ട് എന്തെങ്കിലും കേസോ മറ്റ് കാര്യങ്ങളോ ഉണ്ടോ എന്നുള്ളത് അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തേണ്ടതാണ്. അതുപോലെ വേറെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഈ പറയുന്ന വസ്തു ആ വില നിശ്ചയിച്ച് നമ്മളൊരു കരാറിൽ ഏർപ്പെട്ടിരിക്കുന്ന ആ വില നിശ്ചയിച്ച് കഴിഞ്ഞാൽ പിന്നെ വസ്തു വിൽക്കുന്ന സമയത്ത് അതിൽ കൂടുതൽ വേണമെന്ന് ആവശ്യപ്പെട്ട് കരാറിൽ യാതൊരു ലംഘനവും നടത്താൻ പാടുള്ളതല്ല. അത് വിൽക്കുന്ന ഒരാൾ വളരെ കെയറായിട്ട് ചെയ്യേണ്ടി വരും. അതിലേക്ക് വരുന്നതോടൊപ്പം തന്നെ ഒരു ചോദ്യമുള്ളത്, നമ്മളിപ്പോൾ വസ്തു വാങ്ങുമ്പോൾ വെരിഫൈ ചെയ്യേണ്ട ഡോക്യുമെൻസിനെ കുറിച്ച് കൃത്യമായി തന്നെ പറയാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്, ഏതൊക്കെ ഡോക്യുമെൻറ്റ്സ് പരിശോധിക്കണം, അതെവിടെയാണ് ഇപ്പോൾ വില്ലേജ് ഓഫീസിലാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് തന്നെ അന്വേഷിക്കേണ്ട കാര്യങ്ങളൊക്കെ നമ്മളിവിടെ പ്രേക്ഷകർക്ക് വേണ്ടി പങ്കുവച്ചു. അപ്പോൾ ഇതിൽ വരുന്നൊരു ചോദ്യം, ആദ്യം ഒരു എഗ്രിമെൻ്റ്, നമുക്ക് വസ്തു കണ്ടു, നമുക്ക് ഇഷ്ടപ്പെടുന്നു,
സ്വാഭാവികമായിട്ടും സാധാരണ രീതിയിലൊരു അഡ്വാൻസ് അല്ലെങ്കിൽ ഒരു ടോക്കൺ അഡ്വാൻസോ എന്ന് കൊടുത്ത് വസ്തു നമ്മൾ വാങ്ങാൻ ഒരു കരാറിൽ ഏർപ്പെടുന്നു. ഇന്ന കരാറിൽ ഏർപ്പെടുന്നു. അപ്പോൾ ആ കരാറുമായി ബന്ധപ്പെടുന്ന ചോദ്യമാണ് എന്തൊക്കെയാണ് അങ്ങനെ ഒരു കരാറിലേക്ക് ഒരു അഡ്വാൻസ് എഗ്രിമെൻറ്റ് എന്ന് പറയാം, അതിലേക്ക് ഏർപ്പെടുമ്പോൾ ശരിക്കും രണ്ട് കൂട്ടരും ശ്രദ്ധിക്കേണ്ട കാര്യം? പ്രധാനമായും കരാറിൽ ഏർപ്പെടുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് ഡോക്യുമെൻ്റ് എല്ലാ ഈ വസ്തു സംബന്ധമായിട്ടുള്ള എല്ലാ രേഖകളും വിൽക്കുന്ന ആൾ വാങ്ങുന്ന ആളിന് ഒരു ഫോട്ടോ കോപ്പി ആയിട്ട് ആദ്യം നൽകുക. അദ്ദേഹം അത് നിയമപരമായിട്ട് ഇദ്ദേഹത്തിൻ്റെ പേരിലാണോ ഇരിക്കുന്നതെന്ന് വ്യക്തമാക്കുക. രണ്ട് രീതിയിൽ ഞാൻ പറഞ്ഞു. ഒന്ന് ഫിസിക്കലായിട്ട് ചെക്ക് ചെയ്യുക, ആ വസ്തു പോയി കണ്ട് ആ വസ്തുവിൻ്റെ പിന്നെ അതിനകത്ത് എന്തെങ്കിലും ഡാമേജ് ഉണ്ടോ എന്ന് നമ്മൾ നോക്കാൻ പറഞ്ഞു, ബൗണ്ടറി നോക്കാൻ പറഞ്ഞു. അതൊന്ന്. രണ്ടാമതാണ് ഈ പറയുന്ന കരാറിൽ ഏർപ്പെടുന്നതിന് മുമ്പ് ഇത് ശ്രദ്ധിക്കേണ്ടത് ഇദ്ദേഹത്തിന് ഉടമസ്ഥാവകാശം ഉണ്ടോ എന്നുള്ള എല്ലാ രേഖകളും പരിശോധിക്കണം. പ്രധാനമായും അദ്ദേഹം സെയിൽ ഡീഡ്. രണ്ടാമത് പറയുകയാണെങ്കിൽ മറ്റേ കരമടയ്ക്കുന്നുണ്ടോ, ഇല്ലയെന്നുണ്ടെങ്കിൽ അത് ഇദ്ദേഹത്തിൻ്റെ പേരിൽ പോക്കൂര് എഴുതിയിട്ടുണ്ടോ എന്നുള്ളതാണ്. അതാണ് കരമടയ്ക്കുന്നുണ്ടോ എന്ന്. അപ്പോൾ കരമടച്ച രസീത് ആവശ്യപ്പെടുക. അതിനകത്ത് അദ്ദേഹം അതാത് വർഷങ്ങളിൽ അവസാനം നമ്മൾ വാങ്ങുന്നവരുള്ള കരം അടച്ചിട്ടുണ്ടോ എന്നുള്ളത് വ്യക്തമാക്കണം. ഇല്ലയെന്നുണ്ടെങ്കിൽ അത് റവന്യൂ റിക്കവറി ആയിട്ട് അതങ്ങനെ തന്നെ കിടക്കും. നമ്മൾ വാങ്ങാൻ അത് മറ്റൊരാളുടെ പേരിൽ മാറ്റി എഴുതാൻ സാധിക്കാത്തതാണ്. റവന്യൂ റിക്കവറി കിടക്കുന്ന ഒരു വസ്തുവും റവന്യൂ റിക്കവറി, അതായത് റവന്യൂ എമൗണ്ട് ഗവൺമെൻറ് കെട്ടാതെ ആ വസ്തു ഒരിക്കലും അത് കൈമാറ്റം ചെയ്യാൻ സാധിക്കുന്നില്ല എന്നുള്ളത് ആണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പോൾ ഈ എഗ്രിമെൻറ്റിലേക്ക് വരുമ്പോഴത്തേക്ക് നമ്മൾ അതുപോലെ തന്നെ ഇത് നോക്കുക. പിന്നെ പൊസഷൻ സർട്ടിഫിക്കറ്റ് ചോദിക്കുക, കൈവശാവകാശ സർട്ടിഫിക്കറ്റ്, ലൊക്കേഷൻ സ്കെച്ച് വാങ്ങുക. ആ ലൊക്കേഷൻ സ്കെച്ച് പറയുമ്പോൾ ആ വസ്തു ഇങ്ങനെ ഒരു വസ്തു വില്ലേജ് ഓഫീസിൽ പറയുന്നത് ഇദ്ദേഹത്തിൻ്റെ പേരിലാണോ, അതിൻ്റെ ഒരു ലൊക്കേഷൻ എങ്ങനെയാണ്, ആ വസ്തുവിൻ്റെ കിടപ്പ്, ഭൂമിയുടെ കിടപ്പ് എന്ന് പറയും, നേച്ചർ ആൻഡ് ലൈ എന്ന് പറയും, അത് നോക്കുക. അതുപോലെ തന്നെ ഈ വസ്തുവിൻ്റെ തണ്ടപ്പേർ രജിസ്റ്ററിൻ്റെ ഒരു എക്സ്ട്രാക്റ്റ് എടുക്കുക. ഇദ്ദേഹത്തിൻ്റെ തണ്ടപ്പേരിൻ്റെ ഇത് പിടിച്ചിട്ടുണ്ടോ എന്നുള്ളത് നോക്കുക. അത് പിന്നെ ഇതിൻ്റെ സർവേ നമ്പർ കറക്റ്റാണോ നോക്കുക. എന്തെങ്കിലും സബ് ഡിവിഷൻ ഉണ്ടെങ്കിൽ അതൊക്കെ വ്യക്തമാക്കുക. അല്ലാത്ത പക്ഷം ആ വസ്തു മാറ്റി എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വളരെ ബുദ്ധിമുട്ടാണ്. പിന്നെ നമുക്ക് ആ വസ്തു മറ്റാരുടെ പേരിലോട്ട് മാറ്റാൻ പറ്റത്തില്ല. ഏതെങ്കിലും ഒരു സബ് ഡിവിഷൻ വന്നു കഴിഞ്ഞാൽ ഒരു ചെറിയ നമ്പർ മാറിപ്പോയാൽ മതി, അല്ലെങ്കിൽ ചെറിയൊരു അക്ഷരം മാറിപ്പോയാൽ മതി. ഇപ്പോൾ എ എന്നുള്ളത് ബി ആയിപ്പോയി, ബി എന്നുള്ളത് സി ആയിപ്പോയി, തീർന്നു. അതുപോലെ തന്നെ അതോടെ പോയി ആ പറയുന്ന വസ്തു നമ്മുടെ ഉടമസ്ഥ നമുക്കത് കൈമാറ്റം ചെയ്യപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ്. പ്രത്യേകമായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഡീഡുകളിലാണ്. ഡീഡുകളിൽ നമ്മൾ പലപ്പോഴും ഞാൻ തന്നെ കണ്ടിട്ടുണ്ട് ഈ ഭാഗപത്രങ്ങൾ, പാർട്ടീഷൻ ഡീഡുകൾ. അതിനകത്ത് എത്ര മക്കളുണ്ടോ ആ മക്കൾ, ഇപ്പോൾ 5 മക്കളുണ്ടെങ്കിൽ 5 ഷെഡ്യൂളായിട്ട് ഈ വസ്തു 5 പട്ടികയായിട്ട് അച്ഛൻ്റെ അമ്മയുടെയും വസ്തു അവർക്ക് എഴുതി കൊടുത്തിട്ടുണ്ട്. അങ്ങനെ അപ്പോൾ 5 വസ്തുവായിരിക്കും. പക്ഷേ അതിൽ ഏതെങ്കിലും ഒരു മകനായിരിക്കും നമുക്ക് വസ്തു വിൽക്കുന്നത്. അപ്പോൾ നമ്മൾ വാങ്ങേണ്ട ശ്രദ്ധിക്കുന്നത് അദ്ദേഹത്തിൻ്റെ പേരിൽ ആണോ, ഏത് ഷെഡ്യൂൾ വസ്തുവാണ്, ഏത് പട്ടികയിൽപ്പെട്ട വസ്തുവാണ് അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾ അദ്ദേഹത്തിന് എഴുതി കൊടുത്തത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയത്. അല്ലാത്ത പക്ഷം മറ്റേതെങ്കിലും ഒരാളുടെ വസ്തു എ പട്ടിക മാറി ബി ആയിപ്പോയാൽ, ആളുടെ പേര് മാറിപ്പോയാൽ, അല്ല മൊത്തത്തിൽ തന്നെ നമ്മൾ ഉദ്ദേശിക്കുന്ന വസ്തു മാറി എന്നുള്ളതാണ്. നമ്മൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്ന വസ്തു തന്നെ മാറി എന്നുള്ളതാണ്. കോടതിയിൽ ഒത്തിരി വ്യവഹാരം ഞാൻ കണ്ടിട്ടുണ്ട്. വസ്തുക്കളുടെ ഇപ്പം എഗ്രിമെൻറ്റ് ചെയ്തതിന് ശേഷം വസ്തു വാങ്ങാൻ ചെല്ലുമ്പോൾ ചിലപ്പം എന്തെങ്കിലും തർക്കമായിരിക്കും. കോടതിയിൽ കേസുമായിട്ട് പോകുമ്പോഴാണ് അറിയുന്നത് എഗ്രിമെൻറ്റ് ചെയ്തത് വേറൊരു പട്ടികയിലുള്ള വസ്തുവായിരുന്നു. പട്ടിക വസ്തു വാങ്ങിക്കാൻ ഉദ്ദേശിച്ചു, അഡ്വാൻസ് കൊടുത്തു, കാണുകയും ചെയ്തു, ഫിസിക്കലായിട്ട് എല്ലാം മനസ്സിലാക്കി. പക്ഷേ നമ്മൾ കരാർ ചെയ്തത് ബി പട്ടിക വസ്തുവായിപ്പോയി. അങ്ങനെ ആകുമ്പോൾ കോടതിക്കായാലും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. കാര്യം അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. നമ്മൾ ഉദ്ദേശിച്ച വസ്തു എന്ന് പറയുന്നത് എ പട്ടികയിൽ കിടക്കുന്ന വസ്തു ആയിരിക്കാം. പക്ഷേ നമ്മൾ കരാർ ചെയ്തത് ചിലപ്പോൾ ഒരു അഡ്വാൻസ് കൊടുത്തതും പണം വിറ്റ് പോയ വസ്തു എന്ന് പറയുന്നത് അത് രജിസ്ട്രേഷൻ നടന്നത് ബി പട്ടികയിലോ സി പട്ടികയിലുള്ള വസ്തു, പട്ടിക മാറും. അപ്പോൾ ഇതൊക്കെ വളരെ കൃത്യമായി മനസ്സിലാക്കി വേണം ഒരു കരാറിൽ തന്നെ. അതെ, തീർച്ചയായിട്ടും. അതുപോലെ തന്നെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വഴി. അത് പലപ്പോഴും പലരും അത് ശ്രദ്ധിക്കാത്തതാണ്. ഇപ്പം ഈസ്മെൻറ്റ് റൈറ്റ് എന്ന് പറയുന്ന സംഭവം അതൊന്നും ഒരിക്കലും നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റാത്തതാണ്. ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. നമ്മൾ വർഷങ്ങളായിട്ട് ഉപയോഗിച്ച് വന്നത് നമ്മളെ വഴിയായിട്ട് ഇപ്പം മറ്റൊരാളുടെ വസ്തുവിൻ്റെ ഒരു വശത്തൂടെ ആയിരിക്കും, ഒരു ദിശയിലൂടെ ആയിരിക്കും നമുക്ക് നടപ്പാതയായിട്ട് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ നമുക്ക് വേറെ വഴി ഉണ്ടായിരിക്കാം. അത് കുറച്ച് ചുറ്റും ഒക്കെ ഉള്ള കുറച്ച് ദൂരമുണ്ട്, നമ്മുടെ റോഡ് ആക്സസ് കുറച്ച് ദൂരമുള്ളതാണെന്ന് നമുക്ക്
വിചാരിക്കുക. അങ്ങനെ വരുമ്പോൾ നമ്മൾ ഈ പറയുന്ന വസ്തുവിലൂടെ നമ്മൾ ഈസ്മെൻറ്റ് റൈറ്റായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തിന് തർക്കമില്ലാതെ ഉപയോഗിച്ചു. പക്ഷേ നമ്മൾ ആ വസ്തു കൈമാറ്റം ചെയ്യുന്ന സമയത്ത് ഒരിക്കലും ആ ഈസ്മെൻറ്റ് റൈറ്റ് കൈമാറ്റം ചെയ്ത് കിട്ടുന്നതല്ല. ഓക്കെ, അതൊരിക്കലും കിട്ടുന്നതല്ല. അപ്പോൾ നമ്മളത് അതിന് നമ്മൾ ആവശ്യപ്പെടാനും അതൊരു ബയ്യറും മനസ്സിലാക്കേണ്ടതാണ്. അഥവാ അതുപോലെ സെല്ലർ പറഞ്ഞ് വിശ്വസിപ്പിച്ചാലും അങ്ങനെ ഒരു വ്യവസ്ഥയില്ല എന്നുള്ളത് ഈ പറയുന്ന ഒന്നുകൂടി വ്യക്തമാക്കി കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു വഴി കാലങ്ങളായിട്ട് വർഷങ്ങളായിട്ട് ഉപയോഗിച്ചു വരുന്നു. അത് വഴിയായിട്ട് തന്നെയാണ് നിൽക്കുന്നത്. അടുത്തൊരു പ്രോപ്പർട്ടിയിലേക്കുള്ള ഒരു വഴി. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ അത് ഈ വസ്തു വിൽക്കുന്നതോടൊപ്പം ഈ വഴിയുടെ അവകാശം കൈമാറ്റം ചെയ്യപ്പെടുന്നതല്ല. അല്ല, അപ്പോൾ പലപ്പോഴും ചില വഴിയായിട്ട് തന്നെ അത് അവശേഷിക്കുന്നു എന്നുള്ളതാണ്. അല്ല, വഴിയായിട്ടൊന്നുമല്ല, മറ്റേ അത് വേറൊരു വ്യക്തിയുടെ പുരയിടത്തിൻ്റെ ഒരു ദിശയിലൂടെ നമ്മൾ ഒരു സൈഡിലൂടെ നടന്ന് വന്നുകൊണ്ടിരുന്നതായിരിക്കണം. പക്ഷെ ആ വ്യക്തി അത് നമ്മൾ തടസ്സപ്പെടുത്തിയിട്ടുമില്ല. പക്ഷെ വാങ്ങുന്ന ആളിന് അത് ഉപയോഗിക്കാൻ ചിലപ്പോൾ പറ്റണമെന്നില്ല. ആ വ്യക്തി പറയും ചിലപ്പോൾ 2 സുഹൃത്തുക്കളായിരിക്കാം. മറ്റേ സുഹൃത്ത് അതുകൊണ്ട് പെട്ടെന്ന് റോഡ് ആക്സസ് കിട്ടാൻ ഒരു വഴിയായിട്ട് സൈഡിൽ കൂടി ഉപയോഗിക്കാൻ ഉള്ള അവകാശം കൊടുത്തു. പക്ഷേ അത് ഈ പറയുന്ന വ്യക്തി മറ്റൊരു വ്യക്തിക്ക് വിറ്റപ്പം ആ വഴി തൻ്റെ സുഹൃത്ത് മറ്റൊരാൾക്ക് വിറ്റപ്പം മറ്റേ സുഹൃത്ത് ആ വഴി അങ്ങ് അടച്ചു കളയുന്നു എന്ന് വിചാരിക്കുക. ഈ വാങ്ങുന്ന ആളിന് ഒരിക്കലും അത് ക്ലെയിം ചെയ്യാൻ പറ്റില്ല. അതൊരു ഈസ്മെൻറ്റ് റൈറ്റാണ്. ഇപ്പോൾ ഞാൻ തന്നെ ചില കേസുകളിലൊക്കെ ആണെങ്കിൽ അങ്ങനെയുള്ള വഴിയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ആ വഴിക്ക് തന്നെ ആ വഴിയും കൂടെ ചേർത്ത് വിറ്റതായിട്ട് ഞാൻ പല പ്രമാണങ്ങൾ കണ്ടിട്ടുണ്ട്. വഴിക്കും കൂടി ചേർന്നാണ് വില കൊടുത്ത് വാങ്ങി. എന്നിട്ട് പറയും ആ വഴി ഞാൻ വില കൊടുത്ത് വാങ്ങിച്ചത്, വഴി വില കൊടുത്ത് വാങ്ങിച്ചത്. അങ്ങനെ ഒരിക്കലും പറ്റത്തില്ല. അത് നടപ്പാത മാത്രമാണ്. അതുപോലെ പിന്നീട് അത് കോടതിയിൽ വന്ന് കേസ് കൊടുത്താലും അതൊരിക്കലും നമുക്ക് അനുവദിച്ച് കിട്ടണം. കാരണം അത് ഇപ്പം ഓപ്പോസിറ്റ് പാർട്ടി അത് വഴിയായിട്ട് ഉപയോഗിച്ചു എന്ന് തെളിയിച്ചാൽ, അതായത് വന്നു കഴിഞ്ഞാൽ അവർ പറയാണ് ഇത് വഴിയായിട്ടാണ് എന്നുള്ളത് കോടതിക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ ഈ വാങ്ങിയ ബയ്യർക്ക് അതിനുള്ളൊരു അവകാശം കിട്ടില്ല എന്നുള്ളതാണ്. അതെ, തീർച്ചയായിട്ടും. സ്വത്ത് കൈമാറ്റ നിയമത്തെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. അതെ, അതുമായിട്ട് ബന്ധപ്പെട്ട നിയമങ്ങളുണ്ട്. അതെ, ഇനിയും നിയമങ്ങളുണ്ട്, ഒത്തിരി ഉണ്ട്. നീതിപാതയുടെ ഈ ഒരു എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ സമയമായിരിക്കുകയാണ്. അപ്പോൾ ഈ നിയമത്തെക്കുറിച്ച് തന്നെ നമുക്ക് അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.